സോഷ്യൽ മീഡിയയിൽ ഇന്ന് രാവിലെ മുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറിന്റെ. അതായത് സെക്രട്ടേറിയറ്റിൽ ഒരു പരാതി ബോധിപ്പിക്കാനായിട്ട് വി ഡി സതീശൻ സാറിനെ കാണാനായിട്ട് ഒരു അമ്മാമ്മ എത്തുകയും ആ ഒരു അമ്മയെ നേരിട്ട് വി ഡി സതീശൻ സാർ ഓഫീസിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് സംസാരിക്കുന്ന ചില കാര്യങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ആ അമ്മാമ ഒറ്റക്കാണ് താമസിക്കുന്നത്. താമസിക്കുന്ന വീട്ടിൽ വന്നിട്ട് BJP-ക്കാരെന്തോ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, പേടിപ്പിക്കുന്നു. അതുകൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് പറ്റുന്നില്ല. ഈ ഒരു പരാതി രേഖപ്പെടുത്താനായിട്ടും ഈ പറയുന്ന വി ഡി സതീശൻ സാറിനെ ഈ ഒരു കാര്യം അറിയിക്കാനായിട്ടും സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന ഈ ഒരു അമ്മയെ നേരിട്ട് ഓഫീസിൽ വിളിച്ചു വരുത്തിയിട്ട് സംസാരിക്കുന്ന മുഖ്യമന്ത്രിയുടെ വീഡിയോ ഇന്ന് ഭയങ്കരമായിട്ട് വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു അമ്മ വന്ന് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ വി ഡി സതീശൻ സാറിനോട് പറയുന്നുണ്ട്. എന്നെ പേടിപ്പിക്കുകയാണ്, ഒറ്റയ്ക്ക് താമസിക്കുകയാണ്, അതുകൊണ്ട് BJP-ക്കാരെന്തോ ഭയങ്കരമായിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കുന്നു, ഭയങ്കരമായിട്ട് പേടിച്ചാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ വി ഡി സതീശൻ സാറ് പറഞ്ഞൊരു വാക്ക്, അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: ഇനി ആരെങ്കിലും പേടിപ്പിക്കാനായിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരോട് ഇത്രയും പറഞ്ഞാൽ മതി, സെക്രട്ടേറിയറ്റിൽ എനിക്കൊരു മോനുണ്ട്, ഞാൻ ആ മോനെ അറിയിക്കും ഇനി എന്നെ പേടിപ്പിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെ അങ്ങോട്ട് പേടിപ്പിച്ചോളാനാണ് ആ ഒരു അമ്മയോട് വി ഡി സതീശൻ സാർ പറഞ്ഞത്. എന്തൊക്കെയാണെങ്കിലും അത് അദ്ദേഹം പറയുന്ന ഒരു വാക്ക്, അതായത് സെക്രട്ടേറിയറ്റിൽ അമ്മയ്ക്ക് ഒരു മോനുണ്ട്, അതുകൊണ്ട് അമ്മീനെ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് നോക്കാം. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് സെക്രട്ടേറിയറ്റിൽ വന്നിട്ട് വി ഡി സതീശൻ സാറിനെ കാണാനായിട്ട് ക്യൂവോ ഒന്നും നിൽക്കണ്ട, നേരിട്ട് ഇങ്ങ് കയറിപ്പോന്നോ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇതിപ്പോ ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹം ജനങ്ങളുടെ മനസ്സിൽ അത്രയേറെ വിജയിച്ചു കഴിഞ്ഞു ഇത്രയും നാളുകൊണ്ട് തന്നെ. ഇനി നമുക്ക് ഒറ്റ വാക്കിൽ പറയാനായിട്ട് സാധിക്കും, ജനങ്ങൾ ചൂസ് ചെയ്ത അവരുടെ മുഖ്യമന്ത്രി ഒരു തെറ്റല്ല. അതായത് ജനങ്ങൾക്ക് തെറ്റുപറ്റിയില്ല. ഇത്രയും ജനങ്ങൾ കഷ്ടപ്പാട് കഴിച്ച് വി ഡി സതീശൻ സാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒത്തിരി സമ്മർദ്ദം ഹൈക്കമാൻഡിലും ഒത്തിരി വീഡിയോസ് ഇട്ട് ഒത്തിരി സമരം ചെയ്തൊക്കെയാണ് വി ഡി സതീശൻ സാർ ആ ഒരു സ്ഥാനത്തേക്ക് വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആ ഒരു മനസ്സിലെ ചിന്താഗതി അല്ലെങ്കിൽ ജനവികാരം ഒരിക്കലും തെറ്റിയില്ല എന്നുള്ളത് പൂർണ്ണമായിട്ട് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണെങ്കിലും സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഈ കഴിഞ്ഞ 10 വർഷത്തോളം മലയാളികളായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റാത്ത പല സ്ഥലങ്ങളിലും ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ചെല്ലാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഒരു ജനാധിപത്യം കൊണ്ടുവരാനായിട്ട് വി ഡി സതീശൻ സാറിന് വളരെ കുറച്ച് നാളുകൊണ്ട് തന്നെ സാധിച്ചിട്ടുണ്ട്. ഇനിയും പല കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഇത്തരത്തിൽ എൻ്റെ മകൻ സെക്രട്ടേറിയറ്റിലുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു സഹോദരൻ സെക്രട്ടേറിയറ്റിലുണ്ട്, അങ്ങനെ പരാതി രേഖപ്പെടുത്താൻ വരുന്ന ഓരോരുത്തർക്കും ഇങ്ങനെ ഒരു ആത്മവിശ്വാസം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന സമയത്ത് അവർക്ക് എന്തെന്നില്ലാത്തൊരു സപ്പോർട്ടായിരിക്കും മനസ്സിൽ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അത് മാത്രം മതി ഇനി അങ്ങോട്ട് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഫേസ് ചെയ്യാനായിട്ട്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും വളരെ നല്ല ഒരു വീഡിയോ ആയിരുന്നു, വളരെ നല്ലൊരു സംസാരമായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം നമുക്കിപ്പോൾ പറയുന്നതിൽ ഇപ്പോൾ കുറെ പേര് പറയും അതൊക്കെ വെറുതെ വീഡിയോസിന് വേണ്ടി പറയുന്നതാണ്. പറയുന്നവർ പറഞ്ഞോട്ടെ, നമുക്ക് അതിനെ എതിർക്കേണ്ടതോ അല്ലെങ്കിൽ അതിനെ ബാക്കി പത്രമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം അദ്ദേഹം എങ്ങനെയാണെന്ന് പറഞ്ഞതെന്ന്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്